എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എങ്ങനെയാണ് YAML ഫയൽ യൂസ് ചെയ്ത് TestNG സ്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് YAML ഫയൽ എന്താണെന്ന് നോക്കാം. YAML is a human readable data serialization language that is often used for writing configuration files. YAML stands for yet another markup language. YAML file uses a .yml or .yaml extension and follows specific syntax rules. YAML എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റീഡബിൾ ഡാറ്റ സീരിയലൈസേഷൻ ലാംഗ്വേജ് ആണ്. ഈ പർട്ടിക്കുലർ ഫയൽ യൂസ് ചെയ്യുന്നത് കോൺഫിഗറേഷൻ ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. YAMLന്റെ ഫുൾ ഫോം യെറ്റ് അനദർ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. YAML ഫയൽ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റൻഷൻ ഒന്നെങ്കിൽ .yml എന്നോ അല്ലെങ്കിൽ .yaml എന്നോ ആയിരിക്കണം. YAML ഫയലിന് സ്പെസിഫിക് ആയിട്ട് സിന്റക്സ് റൂൾസ് ഉണ്ട്. ഇനി നമുക്ക് YAMLന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. YAML offers a more streamlined and visually appealing configuration format. It is easier to understand, write and maintain, especially for complex test suites. Additionally, the TestNG Eclipse plugin recognizes YAML files, providing seamless integration within your development environment. YAML ഫയൽ യൂസ് ചെയ്യുമ്പോൾ ഒരു വിഷ്വലി അപ്പീലിംഗ് കോൺഫിഗറേഷൻ ഫോർമാറ്റ് ആയിട്ട് മാറും. അത് മാത്രമല്ല, YAML ഫയൽ യൂസ് ചെയ്ത സ്യൂട്ട് എഴുതാൻ ഈസിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും. പ്രത്യേകിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്റ് സ്യൂട്ട് വരുമ്പോൾ XML ഫയലിനെ അപേക്ഷിച്ച് വളരെ ഈസിയാണ് YAML ഫയൽ യൂസ് ചെയ്ത. അത് മാത്രമല്ല, നമ്മൾ TestNG യൂസ് ചെയ്ത് ടെസ്റ്റ് കേസുകൾ റൺ ചെയ്യാൻ വേണ്ടി എക്ലിപ്സിനകത്ത് TestNG Eclipse പ്ലഗിൻ ആഡ് ചെയ്യും. ഈ പ്ലഗിൻ YAML ഫയൽസ് ഈസിലി റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു സീംലെസ് ഇന്റഗ്രേഷൻ നമ്മുടെ ഡെവലപ്മെന്റ് എൻവയോൺമെന്റിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള സിന്റക്സ് ആണ്. നമ്മൾ സ്യൂട്ട് XML ഫയലിൽ മെൻഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൈൻസ് ഓഫ് കോഡ് കൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ കോംപ്ലക്സ് സ്യൂട്ട് ആണെങ്കിലും നമുക്ക് YAML ഫയൽ യൂസ് ചെയ്ത് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കും. ഇനി ഒരു സാമ്പിൾ TestNG.YAML ഫയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെയിം, ടെസ്റ്റ്, ഇതൊക്കെ അതിനകത്ത് സിന്റക്സ് ആണ്. അപ്പം ഈ ഒരു YAML ഫയൽ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ജാവ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഡിപ്പെൻഡൻസി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ YAML ഫയൽ TestNG വെച്ച് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഡിപ്പെൻഡൻസി എൻ്റെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഈ ഡിപ്പെൻഡൻസിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ പ്രൊജക്റ്റിന്റെ ഗിറ്റ്ഹബ് കോഡും കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. കംപ്ലീറ്റ് TestNG കൺസെപ്റ്റ്സ് ആ പർട്ടിക്കുലർ റിപ്പോസിറ്ററിക്കകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ആദ്യമേ ഈ ഡിപ്പെൻഡൻസി ഞാൻ പ്രൊജക്റ്റിന്റെ form.xml ഫയൽ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എക്ലിപ്സ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ form.xml ഫയലിനകത്ത് ഡിപ്പെൻഡൻസി സെക്ഷനകത്ത് ആ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നു, ഫയൽ സേവ് ചെയ്യുന്നു, പ്രൊജക്റ്റ് അപ്ഡേറ്റ് ചെയ്യുവാണ്. Maven update project, കോഴ്സ് അപ്ഡേറ്റ് ഓർ സ്നാപ്ഷോട്ട് ഓർ റിലീസസ് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. Maven പ്രൊജക്റ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ആയി. ഇനി ഞാൻ സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനകത്ത് SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് com.test.yaml എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനകത്ത് YAML Demo of TestNG എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജാവ ക്ലാസ്. ഞാൻ form.xml ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ടെസ്റ്റ് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 2ഉം. ഈ രണ്ട് മെത്തേഡിന്റെ നെയിംസ് കൺസോളിൽ പ്രിന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു TestNG XML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയലിന്റെ പേര് TestNG test.xml എന്നുള്ളതാണ്. ആ ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ റൺ ചെയ്യേണ്ട ക്ലാസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 9 ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള YAML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആദ്യമേ ഈ TestNG.xml ഫയൽ വെച്ച് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. ഓക്കെ, ഒരു എറർ വന്നിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. പാക്കേജിന് നെയിം തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എക്സെപ്ഷൻ വന്നത്. എറേഴ്സ് ഒക്കെ ഇവിടെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് TestNG കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം.
cannot find class in class. അപ്പോൾ അതായത് നമ്മൾ കൊടുത്ത ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുക ക്ലാസ്സിനകത്ത് എവിടെയാണ് ഇഷ്യൂ. നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി com.tests എന്നുള്ളത് plural ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റൺ ചെയ്യുവാണ്. റൺ as TestNG suite. റൺ ആയി. ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ ഈ പർട്ടിക്കുലർ ജാവ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള YAML ഫയൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അതിനകത്ത് കോൺഫിഗറേഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ, അതർ, ഇതിൽ ഫയൽ എന്നൊരു ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യണം. ജനറലിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ TestNG ഡോട്ട് എക്സ്റ്റൻഷൻ കൊടുക്കുക, ശ്രദ്ധിക്കുക, YAML എന്ന് കൊടുക്കുക. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ YAML ഫയൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിൻടാക്സ് കളറിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങളുടെ കേസിൽ ഇങ്ങനെ ഒരു ഫയൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എക്ലിപ്സ് തന്നെ സജഷൻ തരും. അപ്പോൾ അതനുസരിച്ച് ഉള്ള പ്ലഗിന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ആ കോൺഫിഗറേഷൻ കോഡ് ഇതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം 5 ലൈൻസ് ഓഫ് കോഡ് കൊണ്ട് നമ്മൾ ആ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആക്കി. XML ഫയൽ ആയിരുന്നപ്പോൾ 9 ലൈൻസ് ഓഫ് കോഡ് നമുക്ക് വേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 ലൈൻസ് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൺ ചെയ്യാം. ഇവിടെ നമുക്ക് പാക്കേജ് നെയിം നോക്കാം. പാക്കേജ് നെയിം ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ as എന്ന ഓപ്ഷനിൽ ഹോവർ ചെയ്തപ്പോൾ TestNG suite എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് YAML ഫയലും TestNG Eclipse പ്ലഗിന് റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് YAML ഫയൽ റൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്നുള്ളത് കൺസോളിൽ വരണം. അത് വരുന്നുണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാം. അത് വന്നു. ഇനി നമുക്ക് ഒരു പുതിയ ക്ലാസ് കൂടെ com.test.yaml എന്ന പാക്കേജിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ സെയിം ക്ലാസിന്റെ കോപ്പി എടുക്കുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി, പേസ്റ്റ്. സെക്കൻഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ടെസ്റ്റ് 1 എന്നുള്ളത് മാറ്റി ടെസ്റ്റ് 3 എന്നാക്കുന്നു. അതിനുശേഷം ആ മെത്തേഡ് നെയിം ഇവിടെ കൊടുക്കുന്നു. ടെസ്റ്റ് 2 എന്നുള്ളത് മാറ്റി ഞാൻ ടെസ്റ്റ് 4 എന്നാക്കുന്നു. ആ മെത്തേഡ് നെയിം നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്നു. ഇനി ഞാൻ റൺ ചെയ്യാൻ പോകുന്ന ഈ ജാവ ക്ലാസ് ആയിരിക്കും. അതിനുവേണ്ടി ഞാൻ YAML ഫയലിൽ ചേഞ്ച് വരുത്തുവാണ്. നമുക്ക് റൺ ചെയ്യേണ്ട ക്ലാസ് ഇതാണ്. അപ്പം YAML Demo of TestNG എന്നുള്ളത് നമ്മൾ ഈ YAML ഫയലിനകത്ത് മെൻഷൻ ചെയ്യണം. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി റൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ ടെസ്റ്റ് 4 എന്നുള്ള പ്രിന്റ് ആവും. അതിനുശേഷം ടെസ്റ്റ് 3 എന്നുള്ള പ്രിന്റ് ആകും. കാരണം TestNG ഡീഫോൾട്ട് ആയിട്ട് റൺ ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ടെസ്റ്റ് 4 എന്നുള്ള മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അതിന് ശേഷമായിരിക്കും ടെസ്റ്റ് 3 എക്സിക്യൂട്ട് ആകുന്നത്. നമുക്ക് ഈ YAML ഫയൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ as TestNG suite. ടെസ്റ്റ് 4 എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നു, ടെസ്റ്റ് 3 എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നു. ഇങ്ങനെയാണ് നമുക്ക് YAML ഫയൽ യൂസ് ചെയ്ത് ടെസ്റ്റ് സ്യൂട്ട് നമുക്ക് എഴുതാം. അങ്ങനെ കോൺഫിഗറേഷൻ വളരെ ഈസി ആയിട്ട് എഴുതിക്കൊണ്ട് നമുക്ക് എക്സിക്യൂഷൻ YAML ഫയൽ യൂസ് ചെയ്ത് നടത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.